അഭിനയ മോഹിയായ ഒരുവൻ നിരന്തര നിരാസങ്ങളുടെ മഴയിൽ നനഞ്ഞും അല്പസ്വീകാര്യതകളിൽ ആനന്ദിച്ചും ഒക്കെ കടന്നുപോയ കയ്യെത്താത്ത ദൂരത്ത്, ഇത് ഞാൻ പറയുന്ന വാക്കുകളല്ല, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുള്ള കാവ്യമനോഹരമായിട്ടുള്ള വാക്കുകളായതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ അങ്ങനെ തന്നെ ഉദ്ധരിക്കുന്നത്. കയ്യെത്താത്ത ദൂരത്തുള്ള സിനിമയെ കയ്യെത്തിപ്പിടിക്കാനായിട്ട് അലഞ്ഞ ഒരു കാലം, അത് സെർച്ച് എഞ്ചിനുകളിൽ നമ്മൾ ഇർഷാദ് അലി എന്ന് ഗൂഗിളിലോ മറ്റോ അല്ലെങ്കിൽ മെറ്റയോടോ എയോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന വിവരങ്ങളെ അവിടെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ സെർച്ച് എഞ്ചിനുകൾക്ക് പുറത്ത് അലച്ചിലിൻ്റെ അഭിനേതാവാകാനുള്ള തീവ്രയത്നങ്ങളുടെ ഭാഗമായിട്ട് ജീവിച്ച ഒരു കാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സംഭാഷണം ആരംഭിക്കാം എന്നാണ് കരുതുന്നത്. ആമുഖം അല്പം നീണ്ടുപോയതിൽ ക്ഷമിക്കുമല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം എൻ്റെ അഭിനയത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ളൊരു യാത്ര അല്ലേ? തീർച്ചയായിട്ടും അതാണ് ഞാനെപ്പോഴും പറയുന്നൊരു വാക്കാണ്, നടനാവുക എന്നാൽ നടക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒരുപാട് നടന്ന് ഒടുവിൽ നടനാവാൻ പറ്റുകയുള്ളൂ. അതിപ്പോൾ നടന്നാൽ അങ്ങനെ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ കവിത എന്ന് പറയുന്നൊരു സാധനത്തിൽ ഞാൻ തന്നെ എഴുതി വെച്ചൊരു 2 വരി ഒരു വലിയ ഒരു കവിതയുണ്ട്. അതിൽ അവസാന വരി എന്ന് പറയുന്നത് കോടമ്പക്കത്തിൻ്റെ പൈപ്പ് വെള്ളത്തിനേക്കാളും ചവർപ്പുണ്ടത്രേ കൊച്ചിയിലെ കോർപ്പറേഷൻ വാട്ടറിന് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രമേൽ ആളുകൾ ഇപ്പോൾ സിനിമ മോഹിച്ച് കൊച്ചിയിൽ കറങ്ങി നടക്കുന്നുണ്ട്. സിനിമയുടെ അഭിനയിക്കാൻ മാത്രമല്ല, സമസ്ത മേഖലകളിലും ഏതെങ്കിലും സിനിമയിൽ സംവിധാനം ചെയ്യാൻ, എഴുതാനും ക്യാമറ വർക്ക് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് അലയേണ്ട ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ സുധീഷ് മാഷോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കുറച്ച് മുമ്പ് കൂടി പറഞ്ഞ വളരെ അനിശ്ചിതത്വമുള്ളൊരു മേഖല കൂടിയാണ് സിനിമ. രക്ഷപ്പെട്ടവർ പോലും, അല്ലെങ്കിൽ ഇങ്ങനെ സിനിമയിൽ ഭയങ്കരമായിട്ട് വിജയിച്ച് നിൽക്കുന്നവർ എന്ന് പോലുടെയും അവർക്ക് പോലും അനിശ്ചിതത്വമുണ്ട് എന്ന് പറയുന്നത്. ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ, നമ്മളിപ്പോൾ അങ്ങനെ തന്നെ തുടങ്ങാൻ വെച്ചാൽ അവർ പോലും അടുത്ത സിനിമ എന്ത്, അവർക്ക് സിനിമയില്ലാഞ്ഞിട്ടല്ല, അവർക്ക് വിജയം ഉണ്ടാക്കേണ്ട സിനിമകളുണ്ട്. ബോക്സ് ഓഫീസിൽ ഹിറ്റടിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. സൂപ്പർ സ്റ്റാറുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ആളുകൾക്കൊക്കെ അത് വലിയ ഘടകമാണ്. അപ്പോൾ അവർക്ക് അടുത്ത ഏത് സിനിമ വേണം, എങ്ങനത്തെ സിനിമ വേണം, ഏത് സിനിമയാണ് പ്രേക്ഷകർ സ്വീകരിക്കുക, ഏതെല്ലാം ഫോർമാറ്റാണ്, ഏതെല്ലാം ചേരുവകൾ വേണം, ഇങ്ങനെ ഭയങ്കരമായ അനിശ്ചിതത്വമുള്ളൊരു ഫീൽഡാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പക്ഷേ അവിടെ നിലനിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സമരമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനത്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും അഭിമാനവും തരുന്ന കാര്യമാണ്. കാരണം നമ്മൾ കാണുന്നത്, നമ്മൾ തന്നെ ഉള്ളപ്പോൾ ഒരുപാട് പേര് വരികയും ഒരുപാട് പേര് കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭീകരമായ ക്ഷമ വേണ്ട ഒരു ഫീൽഡാണ് സിനിമ എന്ന് പറയുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. പാടമൊന്നൊരു വിലാപം എന്ന് പറയുന്ന ടി വി ചന്ദ്രേട്ടൻ്റെ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ച്, മീര ജാസ്മിനാണ് നായികയായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, മീര ജാസ്മിൻ്റെ നായകനായിട്ട് അഭിനയിക്കുന്നു. ടി വി ചന്ദ്രനെ പോലെ വളരെ പോപ്പുലറായിട്ടുള്ള, നാഷണൽ ഫിഗറായിട്ടുള്ള, അല്ലെങ്കിൽ ലോകമറിയുന്ന ഒരു സംവിധായകൻ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നു. എനിക്ക് നിരന്തരം സിനിമകൾ വന്നു ചേരുമെന്നാണ് ഞാൻ എൻ്റെ മണ്ടത്തരമായിരുന്നു ശരിക്കും പറയാൻ. അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ട് ഈ പാടമൊന്നൊരു വിലാപത്തിന് രാമു കരിയായിട്ട് അവാർഡ് കിട്ടിയിട്ട് ചന്ദ്രേട്ടൻ ആ അവാർഡ് മേടിക്കാൻ തൃശ്ശൂർ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് പരിപാടി? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, പുതിയ സിനിമ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കറിയാം അങ്ങനെ സിനിമ ഒന്നും ചെയ്യാൻ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എൻ്റെ സിനിമയിൽ നായകനായി എന്ന് വെച്ചിട്ട് സിനിമക്കാർ നിരന്തരം വിളിക്കുന്നു, തെറ്റിദ്ധരിക്കരുത്. സീരിയലൊക്കെ തിരുവനന്തപുരത്ത് ഇഷ്ടംപോലെ തുടങ്ങിയിട്ടുള്ള കാലഘട്ടമാണത്. അപ്പോൾ വേണമെങ്കിൽ സീരിയലൊക്കെ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് എന്നെ സീരിയലിലേക്ക്
തിരിച്ചുവിടുന്നത് ചന്ദ്രേട്ടനാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ ഇപ്പോൾ അതിൻ്റെ ഒരു വേഗമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ പൈപ്പ് വെള്ളം കുടിച്ച അല്ലെങ്കിൽ ഞാൻ അലഞ്ഞ സംവിധായകരെയോ ഞാൻ പോയി കണ്ട എഴുത്തുകാരുടെയോ ഒന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. സിനിമയുടെ അനിശ്ചിതത്വത്തെക്കുറിച്ച് മാത്രമാണ്. അപ്പോൾ എല്ലാ കാലത്തും ഇന്ന് ഞാനിപ്പോൾ ഈ അവസരം 30 വർഷമായിട്ട് നിൽക്കുമ്പോഴും നാളെ ഏതാണ് സിനിമ എന്നുള്ളതിനെക്കുറിച്ച്, നാളത്തെ അടുത്ത് ചെയ്യാൻ പോകുന്നൊരു സിനിമയെക്കുറിച്ച് മാത്രമേ എനിക്ക് ധാരണയുള്ളൂ. അത് കഴിഞ്ഞാൽ എന്ത് എന്നുള്ളത് എൻ്റെ മുമ്പിലുള്ള വലിയ അനിശ്ചിതത്വമാണ്. അപ്പോൾ സിനിമ എപ്പോഴും നൽകുന്നൊരു അവസ്ഥയുണ്ട്. അത് തുടങ്ങുന്ന ഒരാൾക്ക് തുടക്കകാലത്ത് ഉണ്ടാവുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് കയറി കഴിഞ്ഞാലുള്ള അത് പിന്നെ നിലനിർത്താനുള്ളൊരു പാടുണ്ടല്ലോ. നമ്മുടെ ഒരു അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം എന്ന് പറഞ്ഞില്ലെങ്കിലും ഇപ്പം ഒരു കാറ് വാങ്ങി, വീട് വാങ്ങി, ഇനി അത് നിലനിർത്തണ്ടേ, അതിൻ്റെ EMI അടയ്ക്കണ്ടേ. നമ്മൾ ചിലപ്പോൾ തമാശയായിട്ട് പറയാറുണ്ട്, ഏതായിരുന്നു കഴിഞ്ഞ പടം ഒരു EMI പടമായിരുന്നു എന്ന് പറയും. അതെന്തായിരുന്നു? അല്ല, അത് വേഷം എന്നുള്ളതോ സംവിധായകൻ ആരാണോ, നമ്മുടെ കഥാപാത്രം ആരാണോ, നിർമ്മാതാവാണോ, അത് സിനിമ റിലീസാവോ ഒന്നും നമുക്ക് ഉറപ്പില്ല. പക്ഷേ നമുക്ക് ആ കാശ് കൃത്യമായിട്ട് കിട്ടും, നമ്മുടെ EMI അടയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ പോകുന്നൊരു ഒരു ഫീൽഡാണ്. നമ്മൾ ഈ കാണുന്ന പൊലിമ, സിനിമയിലെ നായകൻ അല്ലെങ്കിൽ അയാൾ വന്നു, സിനിമയിൽ ഭയങ്കര സംഭവമാണ്, അയാൾ നല്ല വസ്ത്രത്തിൽ നല്ല കാറിൽ വന്നിറങ്ങുന്നു, അതിനപ്പുറത്തേക്ക് അതിൻ്റെ പിന്നിലുള്ള ആളുകളുടെ വലിയൊരു യാത്രയുണ്ട്, വലിയൊരു സഹനമുണ്ട്. ക്ഷമ ആട്ടിൻ സൂഫിൻ്റെ ഫലം ചെയ്യുന്ന പണ്ട് ഉമ്മ എന്നോട് എപ്പോഴും പറയാം. അപ്പം ക്ഷമയോടെ കൂടി കാത്തിരിക്കാനുള്ള വലിയ മനസ്സുണ്ടെങ്കിൽ മാത്രമേ സിനിമയിൽ വിജയിക്കാനോ അല്ലെങ്കിൽ സിനിമയിൽ നിലനിൽക്കാനോ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ യാത്ര. അപ്പം ഞാൻ ഈ യാത്രയെക്കുറിച്ചല്ല പറയുന്നത്, ഈ യാത്ര അതെ, തുടക്കകാലത്ത് നമ്മളൊക്കെ ഇപ്പോൾ നിരന്തരമായിട്ട്, ഇപ്പം ഞാനൊക്കെ അഭിനയിക്കാൻ തുടങ്ങുന്ന കാലത്ത് സിനിമ മദ്രാസിൽ നിന്നൊക്കെ ഷൊർണൂരിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ചെറുകുഴി ഗസ്റ്റ് ഹൗസിൽ, ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലൊക്കെയാണ് അന്ന് സത്യനന്ദിക്കാടും ലോഹിദാസ്, സിബി മലയിലപ്പോഴുള്ള സംവിധാനം. ഇവരെ നിരന്തരം പോയി കാണുക, ലൊക്കേഷനിലേക്ക് ചെല്ലുക, ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ട് നിൽക്കുക, പിന്നെ കതറിട്ട് ധരിച്ചിട്ട് നേതാവാവും, പിന്നെ മന്ത്രിയാവാൻ ഒരു 10 വർഷം പിന്നെ എടുക്കും. ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഫോർമാറ്റാണ്. അതിപ്പോൾ നമുക്കൊന്നും എത്രയോ പേര് ഇന്നും, ഇപ്പം ഞാൻ പറയാം, പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമ ഞാൻ 98 ചെയ്യുന്നത്. ആ 98 എൻ്റെ കൂടെ അഭിനയിച്ച, അത് കോളേജ് ക്യാമ്പസ് സിനിമയാണ് പ്രണയവർണ്ണം എന്ന് പറയുന്നത്. ആ 98 ക്യാമ്പസിൽ അഭിനയിച്ച ഒരുപാട് പേരും ഇപ്പോഴും എന്നോട് വിളിക്കാറുണ്ട്, എടാ എന്തെങ്കിലും പരിപാടി നിൻ്റെ സിനിമയിലുണ്ടെങ്കിൽ നമ്മളെ കൂടി ഒന്ന് ഉൾപ്പെടുത്തുക. അപ്പം അവരൊന്നും സിനിമയിലില്ല ഇപ്പോൾ, പക്ഷെ ഇപ്പോഴും ആഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് സിനിമ എന്ന് പറയുന്നത്. അത്ര എളുപ്പമുള്ളൊരു സംഗതിയല്ല. ഇർഷാദ് അലി എന്ന നടനെ നമുക്ക് പരിചയമുണ്ട്. പക്ഷേ അദ്ദേഹം വരുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, സിനിമയെ ഹരമായി കൊണ്ട് നടന്നിരുന്ന, സിനിമയിൽ പ്രണയാസക്തിയോളം ആഴമുള്ള സിനിമാസക്തി കൊണ്ട് നടന്നിരുന്ന ഒരു മനുഷ്യൻ വരുന്നത് സിനിമയെ ഹറാമായി കണ്ടിരുന്ന വിശ്വാസ പശ്ചാത്തലത്തിലുള്ള, പുസ്തകത്തിൽ എഴുതുന്നത് പോലെ പ്രാസമൊപ്പിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്, നാലകത്ത് അബ്ദുവിൻ്റെയും ഏറച്ചം വീട്ടിൽ നഫീസ കുട്ടിയുടെയും 4ാമത്തെ മകനായി ജനിച്ച ഇർഷാദ് അലി സിനിമ എന്ന വ്യത്യസ്തമായ ഒരു ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ മൂത്തുമ്മ ബിസ്മി ചൊല്ലി ആണ് സിനിമ കാഴ്ചകൾക്ക് വേണ്ടി ഇറക്കാറുള്ളത്. അതുപോലെ സിനിമയുടെ വിളി കാത്തിരിക്കുന്ന മൈമുനാത്തയെക്കുറിച്ച്, അത് ഇർഷാദ് അലി കാത്തിരുന്നത് പോലെ തന്നെ ഇർഷാദ് അലിക്ക് സിനിമയിലേക്കുള്ള വിളി ആ മൈമുനാത്തയും കാത്തിരുന്നിട്ടുണ്ടാകും. അത്തരത്തിൽ ഒരാളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട്, അവൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ചിട്ട് അവൻ ജീവിക്കട്ടെ എന്ന സ്വപ്നം കണ്ട ഒരു കുടുംബവും കൂടി ഇർഷാദ് അലി എന്ന നടന് പിന്നിലുണ്ട്. ആ കുടുംബത്തെക്കുറിച്ചും കൂടെ ഒന്ന് പറയാം. ഉമ്മ സിനിമ എന്ന് പോലും പറയില്ല. ഉമ്മ സിനിമ എന്ന് പറയുമ്പോൾ ഉമ്മ 5 നേരം നമസ്കരിക്കുന്ന യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്. സിനിമയുടെ ഒരു പാരമ്പര്യവും, എൻ്റെ അമ്മാവൻ പണ്ട് ചെന്നൈയിലൊക്കെ അഭിനയിക്കാൻ നടന്നതായിട്ടുള്ള ഒരു കഥ കേട്ടിട്ടുണ്ടതല്ല. അതിലപ്പുറത്തേക്കൊന്നും സിനിമ ഒന്നുമില്ല. 5 പള്ളി നിസ്കാരം. ഞാൻ സിനിമയിലെത്തിയില്ലെങ്കിൽ ഒരു പ്രവാസി ആവേണ്ട ഒരു മനുഷ്യനാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു മാക്സിമം എന്ന് പറയുന്നത്. ഒരു ഡിഗ്രി കഴിയുക അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഗൾഫിലേക്ക് പാസ്പോർട്ട് എടുക്കാനുള്ള സമയം മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. ആ പ്രായമായി കഴിഞ്ഞാൽ അടുത്ത് ഗൾഫിൽ പോവുക എന്നുള്ളതിലപ്പുറത്തേക്ക്, അതിലപ്പുറത്തേക്കൊന്നും വളർച്ചയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ നിന്നാണ് എനിക്കൊരു സിനിമാ മോഹം ഉണ്ടാവുന്നതും ഞാൻ അതിനു വേണ്ടിയുള്ള
ഒറ്റയാൾ പോരാട്ടം നടത്തുന്നു. അപ്പോൾ ആ യാഥാസ്ഥിക ഫാമിലി എന്ന് പറയുന്നത് ഉമ്മ നമസ്കരിക്കുമ്പോൾ പറയുന്നത്, നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ പറയാ അവൻ്റെ ആഗ്രഹം എന്താണെങ്കിൽ അത് നടത്തി കൊടുക്കണേ എന്നാണ്. അത്ര പോലും സിനിമ ഹറാമാക്കപ്പെട്ടൊരു വീട്ടിലാണ് നമ്മൾ. ഇപ്പം സിനിമ എന്ന വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പടച്ചോൻ്റെ ചീത്ത പേര് അല്ല മീൻസ് കുറ്റം കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഉമ്മ സിനിമ എന്ന് പോലും പറയില്ല. അവൻ്റെ ആഗ്രഹം എന്താണെങ്കിൽ പഠിച്ചവനെ അള്ളാഹുവെ അത് നടത്തിപ്പിലാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച ഒരു ഉമ്മയുണ്ട് എനിക്ക്. അതുപോലെ തന്നെ മൂത്തുമ്മയുടെ ഒരുപാട് തമാശകളുണ്ട്. മൂത്തുമ്മക്ക് മഴ വരേണ്ട പോലെ ബിസ്മില്ലി വീട്ടിൽ, ഇതൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടാണ് ചെയ്തത്. യാഥാസ്ഥിക ഫാമിലി ആണെങ്കിലും നിങ്ങൾ സിനിമയ്ക്ക് പോകേണ്ടി വേഗം സിനിമയ്ക്ക് പോകുക, ബിസ്മില്ലി അറിയിക്കുക, മഴ വരേണ്ടെന്ന് പറയും. ആ ബിസ്മി ഇല്ലാതെ ഒരു കാര്യമില്ല. ബിസ്മി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുക എന്നുള്ളതാണ് ആ വാക്കിൻ്റെ അർത്ഥം, ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ദൈവത്തിനെ കൂട്ടുപിടിച്ച് വേണമെന്ന് പറയുന്ന ഒരു ഉമ്മയും മൂത്തുമ്മയൊക്കെ, ഉമ്മയുടെ ജ്യേഷ്ഠതിയായിരുന്നു, മൂത്തുമ്മ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മൈമൂനാത്ത എന്ന് പറയുന്നത് എൻ്റെ അയൽവാസിയാണ്. മൈമൂനാത്ത എന്ന് പറയുന്നത് മൈമൂനാത്തയുടെ വീട്ടിലന്ന് ഫോണുള്ളൂ. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും എനിക്ക് സിനിമയുടെ വിളി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു മൈമൂനാത്ത. എപ്പോഴും ഉണ്ട്, മൈമൂനത്ത് എപ്പോഴും സുഖമായിട്ട് അവിടെ. അപ്പോൾ മൈമൂനത്ത് ആ അപ്പുറത്തെ വീട്ടിലൊരു ഫോൺ റിങ് ചെയ്യുമ്പോൾ നമുക്ക് എനിക്കുള്ള സിനിമാ വിളിയാണ് എന്ന് ഞാനിങ്ങനെ കൊതിയോടെ കാത്തിരുന്നൊരു ദിവസങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്തരമൊരു കുടുംബത്തിൽ നിന്ന് വേറെ രീതിയിലുള്ള ഒരു ഗോഡ് ഫാദർമാരോ സപ്പോർട്ടുകളോ ഇല്ലാതെ സിനിമയിൽ എത്തിപ്പെട്ടു എന്നുള്ളത് അതൊരു വലിയ ഭാഗ്യമാണ്, അല്ലെങ്കിൽ വലിയൊരു സമരമാണ്, സഹനമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. തീർച്ചയായിട്ടും. ഞാൻ ഇനി ചോദിക്കാൻ പോകുന്നത് 1995 അത് ഇർഷാദ് അലിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ അതിശയങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നടന്ന ഒരു വർഷമാണ്. അത്തരത്തിൽ നമ്മൾ ജീവിതത്തിൻ്റെ പുറകോട്ടുള്ള ജീവിതത്തെ എടുക്കുമ്പോൾ നമ്മൾ ഈ നാഴികക്കല്ലുകൾ എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു വർഷമായി തീരാനുള്ള 2 കാരണങ്ങൾ ആ വർഷത്തിൽ സംഭവിച്ചു. ഇർഷാദ് അലിയുടെ ആദ്യ 2 സിനിമകൾ ബഹിഷ്കൃതനായി പുറമ്പോക്കിൽ നിർത്തിയിരുന്ന തന്നെ മലയാള സിനിമ ആദ്യമായി തൊട്ട അവസരം എന്നാണ് അതിനെ അടയാളപ്പെടുത്തുന്നത്. അത് പാർവതി പരിണയം എന്ന സിനിമയിലാണ്. ആൾക്കൂട്ടത്തിലെ ഒരാളായിട്ട് നിങ്ങൾ ആ സിനിമ യൂട്യൂബിലൊക്കെ കാണാൻ കേട്ടോ. ആ സിനിമയിലെ ഇർഷാദ് അലി ആദ്യമായിട്ട് ആ തിരശീലയിൽ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്ന രംഗം നിങ്ങളത് എടുത്തു നോക്കിയാൽ ഇപ്പോൾ വളരെ കൗതുകകരമായിട്ട് തോന്നും. അത് എങ്ങനെയാണ്, ജോസ് പെല്ലിശ്ശേരി, ഹരിശ്രീ അശോകൻ ഇവർ 2 പേരുമാണ് ആ രംഗത്തുള്ളത്. അവർ 2 പേരും തമ്മിലൊരു തർക്കം, ഒരു വാഗ്വാദം നടക്കുകയാണ്. വാഗ്വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ നായികയുടെ അമ്മയുടെ ഭർത്താവ് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞുപോയി. സുഭദ്രാമ്മയുടെ ഭർത്താവ് പിരിഞ്ഞു കുറേ കാലം മുമ്പ് ഉപേക്ഷിച്ചു പോയ ഭർത്താവ് തിരിച്ചു വന്നിരിക്കുകയാണ്. തിരിച്ചു വന്ന അയാളെ സുഭദ്രാമ്മ വീട്ടിൽ കയറ്റുമോ ഇല്ലയോ, ഇതാണ് ഹരിശ്രീ അശോകൻ്റെയും ജോസ് പെല്ലിശ്ശേരിയുടെയും കഥാപാത്രങ്ങൾ തമ്മിൽ നടക്കുന്ന തർക്കം. അതിനെ തുടർന്ന് അവരൊരു പന്തയം വയ്ക്കുന്നുണ്ട്. ഇതാണ് രംഗം. ഈ രംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ജോസ് പെല്ലിശ്ശേരി ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ആ സിനിമയിൽ. അപ്പോൾ ഒരു ഭിക്ഷക്കാരൻ്റെ വേഷമാണ് ഹരിശ്രീ അശോകൻ അവതരിപ്പിക്കുന്നത്. ഇവർ തമ്മിലുള്ള തർക്കം നടക്കുമ്പോൾ ഡയലോഗുകൾ പറയുന്നത് ജോസ് പെല്ലിശ്ശേരി ഹരിശ്രീ അശോകനുമാണ്. പക്ഷേ ആ ഡയലോഗിൻ്റെ ഭാവങ്ങൾ മുഴുവൻ മിന്നിമറയുന്നത് തൊട്ടു പുറകിൽ നിൽക്കുന്ന ആൾക്കൂട്ടത്തിൽ ഒരാൾ മാത്രമായ, ഇന്ന് നമുക്കത് ഇർഷാദ് അലിയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും, നടനെന്ന നിലയിൽ നമുക്ക് പരിചയമുള്ളത്. അന്ന് ആദ്യമായിട്ട് കാണുമ്പോൾ ആൾക്കൂട്ടത്തിൽ ഒരാൾ മാത്രമായ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് ഇവരുടെ ഈ ഡയലോഗിൻ്റെ ഭാവഹാദികളൊക്കെ അങ്ങ് വാരിക്കോരി പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ നമുക്കതൊരു രസകരമായിട്ടുള്ള ഒരു ഓർമ്മയായിട്ട് അല്ലെങ്കിൽ ഒരു അനുഭവമായിട്ട് നമുക്ക് തോന്നും. അത്തരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അക്കാലം വരെ മലയാള സിനിമ പുറമ്പോക്കിൽ നിർത്തിയിരുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടും എത്തിപ്പെടാൻ സാധിക്കാതിരുന്ന സിനിമയെ ഒന്ന് തൊടാൻ സാധിച്ച ഒരു, അത്രമേൽ സിനിമയെ സ്നേഹിച്ചിരുന്ന ഒരുവൻ്റെ ആത്മഹർഷത്തിൻ്റെ പ്രകടനം, അടയാളപ്പെടുത്തലായിരുന്നു ആ ദൃശ്യം. നമുക്കത് തമാശയായി തോന്നാമെങ്കിലും ആ സിനിമയുടെ ആ രംഗത്തെ അങ്ങനെയും കൂടി വായിച്ചെടുക്കാമല്ലേ. 95 കുറിച്ചും പാർവതി പരിണയത്തെക്കുറിച്ചും ഒന്ന് പറയും. ഞാൻ അതിനു മുമ്പ് ഒരു KRS എന്ന് പറയുന്ന ഒരു പാർസൽ സർവീസിൽ വർക്ക് ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു. ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരനായിരിക്കുന്ന സമയത്താണ് നാടകമായിട്ട് വളരെ ആക്റ്റീവായിട്ട് ഒരുപാട് തെരുവ് നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. ഞാൻ
ഞാനന്ന് ഒരു ഇടതുപക്ഷത്തിൻ്റെ കൂടെ സഹയാത്രി ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ DYFIക്കൊക്കെ വേണ്ടി ഒരുപാട് തെരുവ് നാടകങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ തിരുവനാടകം അല്ലാതെ സ്റ്റേജ് നാടകങ്ങൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ളൊരു കാലഘട്ടത്തിൽ നിന്ന് സിനിമ അന്ന് എൻ്റെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ജോലി ചെയ്യുന്ന സമയത്തും എൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് സിനിമയിലേക്ക് കയറുക എന്നുള്ള ആലോചിക്കുന്ന സമയത്താണ് ഒരു ഘട്ടത്തിൽ ഗുരുവായൂരിൽ, എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. യൂസഫ് അലി കേച്ചേരിയുടെ നാട്ടുകാരനാണ്. അപ്പോൾ അതിനടുത്തൊരു 10 കിലോമീറ്റർ അപ്പുറത്താണ് ഗുരുവായൂർ എന്ന് പറയുന്ന സ്ഥലം. അത് ഈ ഗുരുവായൂർ ആ സമയത്ത് ഷൂട്ട് കിടക്കാനുള്ള സമയം 4 പടം ഒരേ സമയം ഷൂട്ട് കിടക്കുന്നുണ്ടായിരുന്നു അവിടെ. അതിൻ്റെ ഒരു കാരണം കൂടി ഞാൻ വെറുതെ കൗതുകത്തിന് വേണ്ടി പറയാം. അന്ന് ഇന്ദ്രൻസേട്ടൻ സിനിമയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നൊരു, മീൻസ് ഇന്നത്തെ ഇന്ദ്രൻസ് അല്ല, കൊടക്കമ്പി ഇന്ദ്രൻസ് എന്ന് പറയുന്ന തമാശ ആളുകളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന, ആ ശരീരം വെച്ചുകൊണ്ട് ചിരിപ്പിച്ചിരുന്ന ഒരു കാലം ഇന്നിപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ 4 സിനിമയും അവിടെ ഷൂട്ടിങ്ങിന് വരാൻ കാരണം പാർവതി പരിണയം എന്ന് പറയുന്ന സിനിമയും ആദ്യത്തെ കൺമണി എന്ന് പറയുന്ന സിനിമ, ആദ്യത്തെ കൺമണിയുടെ ഷൂട്ടിംഗ് ഗുരുവായൂർ വയ്ക്കുന്നു. അപ്പോൾ അതിൽ ഇന്ദ്രൻസ് ഉണ്ട്. അപ്പോൾ ബാക്കി 3 സിനിമക്കാർക്കും ഇന്ദ്രൻസിനെ വേണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഗുരുവായൂർ ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പൊക്കിയെടുത്തുകൊണ്ടാവില്ല, ഇത്രയല്ലുള്ളോ മനുഷ്യൻ എന്ന് പറഞ്ഞ് അങ്ങനെയാണ്. അതാണ് അതിൻ്റെ കൗതുകകരമായ രസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രൻസിന് അത്രമേൽ വാല്യൂ ഉണ്ടായിരുന്നൊരു അത്രമേൽ തിരക്കുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് ഗുരുവായൂർ ഈ സിനിമയ്ക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ, എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നു PG വിശ്വംഭരൻ്റെ ഒരു പടം തുടങ്ങിയിട്ടുണ്ട്, ഞാനൊന്ന് പറയാം. പഴയൊരു പ്രൊഡ്യൂസറാണ്, സ്വപ്ന ബേബിയേട്ടൻ എന്ന് പറയുന്ന, സ്വപ്നാടൻ എന്ന് പറഞ്ഞ സിനിമയാണ് ഒക്കെ പ്രൊഡ്യൂസ്. അപ്പോൾ സ്വപ്നാടനല്ല, സ്വപ്നം എന്ന് പറയുന്ന സിനിമ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ബേബിയേട്ടൻ പറയുന്നു, ഞാൻ PG വിശ്വംഭരനോട് പറയുന്നു, നീ ഒന്ന് പോയി കണ്ടോ എന്ന് പറയും. ഞാൻ പോയി PG വിശ്വംഭരനെ കാണുന്നു, കാറിൽ കയറുന്ന സമയത്താണ് കാണുന്നത്. പുള്ളി പറയുന്നു, അപ്പോൾ അതിലൊരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ, ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയറുടെ വേഷമുണ്ട്, നീ അതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്ക്. പക്ഷെ അത് വിജയകുമാറിനെ ഫിക്സ് ചെയ്തായിരുന്നു ഓൾറെഡി. വിജയകുമാർ അത് ചെയ്യുകയും ചെയ്ത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അതൊക്കെ വേഷമൊക്കെ ആളായി, ബേബിയേട്ടൻ പറഞ്ഞു വന്നതല്ലേ, നീ വേണമെങ്കിൽ കുറച്ച് ആൾക്കൂട്ടത്തിലൊക്കെ നിന്നോ എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെയാണ് വേറെയും 1-2 സിനിമകളിൽ ഇങ്ങനെ ആൾക്കൂട്ടത്തിലാളായിട്ട് നിൽക്കാനുള്ള അവസരമുണ്ട്. സിനിമ തൊടുക എന്ന് പറയുന്നത് അത്രമേൽ സിനിമ ശ്വസിക്കുന്നതും സിനിമയെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനൊരു ശ്രമത്തിന് മുതിരുന്നതും. ഞാൻ ആ പാർവതി പരിണയം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ഇമ്മീഡിയറ്റ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ജോലി ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ജോലി ഉപേക്ഷിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കൂടി നടക്കില്ല. ഒന്നല്ലെങ്കിൽ അഭിനയം, അല്ലെങ്കിൽ മറ്റേ ഇവിടുത്തെ ജോലി, 2 കൂടി ഒരു പണിയില്ല. സത്യത്തിൽ സിനിമ ഇനി ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇനി സംഭവിക്കുമോ, ഇനി എനിക്ക് വേഷം കിട്ടുമോ, ഒരു ഉറപ്പില്ലാത്തൊരു സമയത്ത് വലിയ ശമ്പളമൊന്നും ഇല്ലെങ്കിലും, ആ കാലത്തത് വലിയ ശമ്പളമായിരുന്നു, ഇല്ലെങ്കിലും ഞാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അവിടുത്തെ മുതലാളി പറയുന്നുണ്ട്, നിങ്ങളിവിടെ നിന്നോളൂ, നമുക്ക് സിനിമയുടെ കിട്ടുമ്പോൾ പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഇല്ല, ഞാൻ 2 കൂടി നടക്കില്ല, 2 വെള്ളത്തിൽ കാലിട്ടാൽ നടക്കില്ല, നമുക്കെന്തായാലും സിനിമയിൽ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ചു. എനിക്ക് സിനിമയാണ് മെയിൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അതാണ് ആ 95 എന്ന് പറയുന്ന വർഷം. അവിടുന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ നിരാശയുണ്ടാക്കിയിട്ടില്ല ഈ നിമിഷം വരെ. ഒരുപാട് കാലത്തെ സ്ട്രഗിൾ ഉണ്ട്, ഒരുപാട് കാലം ചിലപ്പോൾ പണി, ഞാൻ പറഞ്ഞില്ലേ, പാടം വന്നൊരു വിലാപം എന്ന് പറയുന്ന ഒരു സിനിമ കഴിഞ്ഞിട്ട് 1 വർഷത്തോളം ഞാൻ വീട്ടിലൊരു പണിയില്ലാതെ ഇരുന്നിട്ടുണ്ട്. അതിനുശേഷം സീരിയലിൽ കുറേ കാലം, പിന്നെ സീരിയലിൽ മാത്രം അഭിനയിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിനിമയെ തൊട്ട്, അല്ലെങ്കിൽ നമ്മളെ സിനിമയിലേക്ക് ഉൾപ്പെടുത്തിയ ഒരു കാലഘട്ടം എന്നുള്ള രീതിയിൽ 95 എനിക്ക് മറക്കാൻ കഴിയാത്ത വർഷമാണ്. പക്ഷേ സിനിമ ഇപ്പോഴും, ഞാൻ ഇന്നും ജീവിക്കുന്നത് സിനിമ കൊണ്ട് തന്നെയാണ്. സിനിമ കൊണ്ടാണ് ഇപ്പോഴുള്ള ഇർഷാദ് എന്ന് പറയുന്ന വ്യക്തിയെ കേരളം അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മലയാളികൾ അറിയുന്നുണ്ടെങ്കിൽ അത് സിനിമ എന്ന സൗഭാഗ്യമാണ്. സിനിമയിൽ വന്നിട്ട് ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയ ഭാഗ്യം തന്നെയാണ്. അതൊക്കെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് 95 കഴിഞ്ഞ് അങ്ങ് പോരുമ്പോൾ ഒട്ടനവധി കഥാപാത്രങ്ങൾ, അത് ചെറുതും വലുതും, അത് നമ്മുടെ സ്ക്രീൻ പ്രസൻസിൻ്റെ വോള്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ നമ്മൾ ചെറുത് വലുതെന്നൊക്കെ അതിനെ തരംതിരിക്കുന്നത്. എന്നാൽ വളരെ കുറച്ച് സീനുകളിൽ മാത്രം പ്രത്യക്ഷപ്പെടുകയും എന്നാൽ ആളുകളുടെ മനസ്സിൽ
ഓർമ്മയായി നിൽക്കുകയും ചെയ്യുന്ന ധാരാളം കഥാപാത്രങ്ങൾ അത്തരം ചെറുതുകളിൽ പോലും സംഭവിച്ചിട്ടുണ്ടാവാം. അത്തരത്തിലൊന്നായിട്ട് നമുക്ക് ഗർഷോമിലെ കഥാപാത്രത്തെ അടയാളപ്പെടുത്താം. മാമുക്കോയയുടെ മകൻ ഫൈസലായിട്ട് വന്നിട്ടുള്ള കുറച്ച് സീനുകളിലേ ഉള്ളൂ. പക്ഷേ ആ കഥാപാത്രം വേറിട്ട് തന്നെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. പ്രണയവർണ്ണങ്ങളിലെ കോളേജ് അത് സാറ് പറഞ്ഞു, കോളേജ് ചെയർമാൻ എന്നുള്ള ഒരു രംഗത്തിലാണ് വരുന്നത്. ഇങ്ങനെ ആ ഒരു ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായ സിനിമകൾ കഴിഞ്ഞ് ഒരു നടനെന്ന നിലയിലുള്ള തൻ്റെ നടന സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ സാധിച്ച ഒരു വേഷം എപ്പോഴാണ്, അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ചെറുതല്ലാത്ത വേഷം എപ്പോഴാണ് കിട്ടിയത്? ഞാൻ ചെറുത് എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ സുരാജ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം ഞാൻ സുരാജ് വെഞ്ഞാറമൂടിനെ കണ്ടുപിട്ടി. അപ്പോൾ ഞങ്ങളിങ്ങനെ പഴയ കഥകളിങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈം ചെയ്തൊരു സിനിമ എന്ന് പറയുന്നത് ആക്ഷൻ ഹീറോ ബിജു ആണ്. അതിൽ അദ്ദേഹത്തിൻ്റെ സീൻ എന്ന് പറയുന്ന ഒരു സീനിലേ വരുന്നുള്ളൂ. അതുവരെ തള്ള പിള്ളേ എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞിരുന്ന സുരാജ് വെഞ്ഞാറമൂടിനെ ഇന്ന് കാണുന്ന സുരാജ് വെഞ്ഞാറമൂടാക്കി മാറ്റിയ സിനിമ എന്ന് പറയുന്ന ആക്ഷൻ ഹീറോ ബിജുവിലെ കഥാപാത്രമാണ്. അപ്പോൾ ചെറുത് വലുത് എന്നുള്ളതിലപ്പുറമല്ല, നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ എത്ര മനോഹരമായി നമുക്ക് കഴിയാവുന്നതിൻ്റെ മാക്സിമത്തിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഇത്. ഇപ്പോൾ ഗർഷോമിലായാലും എല്ലാം അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു മാറ്റമുണ്ടാവുന്നത് റസാഖും മറ്റേ പാടമൊന്നൊരു വിലാപത്തിൽ റസാഖ് വലിയ മാറ്റം. അതെന്ന് വെച്ചാലേ അന്നത്തെ കാലത്ത് ഈ സമാന്തര സിനിമ എന്ന് പറയുന്ന സിനിമയെ അങ്ങ് മാറ്റി നിർത്തുന്നത്. ഇന്നാണ് അത്തരം സിനിമകളൊക്കെ വലിയ പോപ്പുലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. സിനിമയെ അങ്ങനെ വേർതിരിക്കുന്നില്ല. നല്ല സിനിമ, ചീത്ത സിനിമ എന്ന് മാത്രമല്ല. മറ്റത് സമാന്തര സിനിമ ആദ്യകാലങ്ങളിൽ ഉച്ചപ്പടമെന്നാണ് അത്തരം സിനിമകളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടൂർ മരവീന്ദ്രനൊക്കെ ചെയ്യുന്ന കാലത്ത്, തുടക്കകാലത്ത് അത് നൂൺ ഷോ, ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഷോ മാത്രം കിട്ടിയിരുന്ന കാലത്ത് നിന്ന് പിന്നെ അത് സമാന്തര സിനിമ എന്ന് പറയുന്നത്. ഇന്ന് നല്ല സിനിമ, ചീത്ത സിനിമ, പിന്നെ അതിൻ്റെ കണ്ടന്റ് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആർട്ടിസ്റ്റ് വാല്യൂ അനുസരിച്ചൊക്കെ തിയേറ്ററിൽ വിജയമുണ്ടാക്കും. എന്നാലും ആളുകൾ സമാന്തര സിനിമ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്നില്ല. ഇപ്പോൾ ഈ പാടമൊന്നൊരു വിലാപം എന്നൊക്കെ പറയുമ്പോൾ അത് സമാന്തര സിനിമ എന്ന് പറഞ്ഞ് മാറ്റിയിരുന്നൊരു കാലഘട്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഞാൻ പോപ്പുലർ സിനിമയുടെ സമാന്തര അല്ലെ കമേഴ്ഷ്യൽ സിനിമയുടെ ഘടകമാവുന്നതിന് വലിയ സാധ്യത ഉണ്ടാക്കി തന്ന സിനിമ എന്ന് പറയുന്നത് പുള്ളിപ്പുലികൾ മാട്ടിൻകുട്ടി എന്ന് പറയുന്ന സിനിമ. ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഭക്തജനങ്ങളെ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന കാവ്യമാധവൻ്റെ സിനിമ ചെയ്യുന്നത്. പക്ഷേ കാവ്യമാധവൻ്റെ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രങ്ങളിലൊന്നാണ് അതിലെ മരുതപുരൻ വിശ്വം എന്ന് പറയുന്ന. കാരണം നമുക്ക് പേഴ്സണലി നമ്മളോട് അടുപ്പമുള്ളൊരു കഥാപാത്രം. ഇപ്പോൾ ആ കഥാപാത്രത്തിന് കവിതകൾ ഇഷ്ടമാണ്, സാഹിത്യം ഇഷ്ടമാണ്. എനിക്കും ഇതൊക്കെ പേഴ്സണലി ഇഷ്ടമായതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തോട് കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആവാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി പോപ്പുലാരിറ്റി ഉണ്ടാക്കി തന്നത്, അല്ലെങ്കിൽ സിനിമയിൽ കമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗമാണ് ഞാനെന്ന് തോന്നിപ്പിക്കാൻ എന്നെ പ്രേരകമാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ആയിട്ടുള്ളത് ഈ പുള്ളിപ്പുലികളായിട്ടും കുട്ടിയും ദൃശ്യം പോലുള്ള സിനിമകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഭാഗ്യമോ നിർഭാഗ്യമോ നമുക്കറിയില്ല. എങ്കിലും ഇർഷാദ് അലി എന്ന നടനെ അസാധ്യമാം വിധം അടയാളപ്പെടുത്താൻ സാധിച്ചിട്ടുള്ള ചില സിനിമകളുണ്ട്. പക്ഷേ അത് മലയാളികൾ അത്രമേൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതിന് ഉദാഹരണമാണ് ഒന്ന്, 2 Men എന്ന സിനിമ. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിലൊക്കെ അത് ലഭ്യമാണ്. പക്ഷേ അത് തിയേറ്ററിൽ അത്ര വലിയ രീതിയിൽ ഓടിയില്ല. പക്ഷേ അതിലൊരു ഗംഭീരമായിട്ടുള്ള ഒരു കഥാപാത്രം, സഞ്ജയ് മേനോൻ എന്ന കഥാപാത്രം, ഗൾഫ് പശ്ചാത്തലത്തിൽ സിനിമ പറയുന്ന അല്ലെങ്കിൽ കഥ പറയുന്ന ഒരുപാട് സിനിമകൾ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഗൾഫ് പശ്ചാത്തലത്തിലെടുത്ത അതിൻ്റെ ഒരു പകുതി മുതൽ ഇൻ്റർവെല്ല് കഴിഞ്ഞ് മുഴുവൻ ക്ലൈമാക്സ് വരെയുള്ളത് ഒരു റോഡ് മൂവി എന്ന തരത്തിലാണ്. ഗൾഫ് പശ്ചാത്തലത്തിൽ അത്തരത്തിലെടുക്കപ്പെട്ട ഒരു റോഡ് മൂവി. അതിൽ തന്നെ അടുത്തതെന്ത് എന്ന തരത്തിൽ നമ്മളെ ഭയസംഭ്രമങ്ങളിലാക്കുന്ന, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഇർഷാദ് അലിയിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണ് സഞ്ജയ് മേനോൻ എന്ന ആ കഥാപാത്രം. അത്തരത്തിൽ വലിയ സാധ്യതകൾ, അഭിനയ സാധ്യതകൾ, ഭാവങ്ങൾ നിരന്തരം മിന്നിമറയുന്ന ഒരു മുഖം, ഇർഷാദ് അലിയുടെ വേറിട്ട ഒരു മുഖം കാണിച്ച ആ സിനിമ മലയാളികൾ അധികം കണ്ടില്ലെങ്കിലും പ്രവാസ ലോകം അതിനെ വലിയ രീതിയിൽ ആഘോഷിക്കുകയും അവിടെ സ്പെഷ്യൽ ഷോകളും ഒക്കെ നടത്തി
അത്തരത്തിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നാണ് ആണ്ടാൾ, അല്ലേ? ഇരുളപ്പൻ എന്ന കഥാപാത്രം. ഇരുളപ്പനെയും അന്താരാഷ്ട്ര വേദികളിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടിയ ഒരു സിനിമയാണ് ആണ്ടാൾ. ആണ്ടാളിലെ ഇരുളപ്പനും അത്തരത്തിലുള്ള ഒരു വേറിട്ട കഥാപാത്രമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട കഥാപാത്രങ്ങളൊന്നും ആളുകളിലേക്ക് എത്തപ്പെടാതെ പോവുകയും, എന്നാൽ തനിക്ക് കിട്ടിയ ആ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഈ സ്ക്രീൻ പ്രസൻസിൻ്റെ ലെങ്തിനെ വെച്ചിട്ടല്ലാതെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള അനേകം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഈ ചലച്ചിത്രം, അല്ലെങ്കിൽ ഞാൻ ഇത്രയേറെ എഫർട്ട് എടുത്തിട്ട് അത് കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് തോന്നിയ, ഇപ്പോൾ ആണ്ടാളിലെ ആ കഥാപാത്രത്തെ പോലെ അല്ലെങ്കിൽ സഞ്ജയ് മേനോനെ പോലെ വേറെ ഏതെങ്കിലും കഥാപാത്രം ഓർമ്മയിലുണ്ടോ? തമാശയുണ്ട് ചില ഇവിടെയുള്ള എത്ര പേര് ട്യൂമൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് വളരെ ആരും ഉണ്ടാവില്ല ചിലപ്പോൾ, അല്ലേ? ട്യൂമൻ എന്ന് പറയുന്നൊരു സിനിമ OTT-യിലുണ്ട്, നിങ്ങൾ മനോരമ മാക്സിലുണ്ട്, അതൊന്ന് കാണണം പറ്റിയെങ്കിൽ എന്ന് പറയുന്നു. അതേപോലെ തന്നെ കോവിഡ് കാലത്ത് നമ്മൾ ചെയ്തൊരു സിനിമയാണ് വൂൾഫ് എന്ന് പറയുന്ന സിനിമ. ആ സിനിമ ZEE5-ലാണ് അത് റിലീസ് ചെയ്തത് തന്നെ, തിയേറ്ററിൽ നിന്ന് വന്നതല്ല സിനിമ. ഈ പറയുന്ന പോലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ് ജോ എന്ന് പറയുന്ന കഥാപാത്രം. അപ്പം അത് ചെയ്തപ്പോഴും വേണ്ടത്ര ആളുകൾ കണ്ടില്ല എന്നുള്ളത് വലിയ നിരാശ ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെ. പക്ഷെ കണ്ടവരത്രയും മറക്കാത്തൊരു കഥാപാത്രം കൂടിയാണ് ജോ, വന്യതയുടെ ഒരാൾ. അതെ, പക്ഷെ അതിന് ഈ പറയുന്ന സ്വീകാര്യത പോരാ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ മാത്രമല്ല, കണ്ടവർ മുഴുവൻ ഇതെങ്ങനെയല്ലല്ലോ, ഈ സിനിമ കുറേ കൂടി പ്രേക്ഷകരിലേക്ക് എത്തേണ്ടതല്ലേ. പക്ഷെ അങ്ങനെ പറഞ്ഞ് ആ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴാതെ നമ്മൾ നമ്മുടെ പണി ചെയ്യുക, അതിനോട് 100% നീതി പുലർത്തുക, തുറന്നുകൊണ്ടേയിരിക്കുക. നമ്മളിപ്പോൾ ഏത് രീതിയിലാണെങ്കിലും, ഇപ്പോൾ ഒരു കവിത എഴുതുകയാണെങ്കിലും കഥ എഴുതുകയാണെങ്കിലും ഒക്കെ എല്ലാ കാലത്തും അത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടണമെന്നൊന്നുമില്ല. പക്ഷേ ഒരെണ്ണം അടിച്ചാലും ഒരു വെള്ളിയാഴ്ച എന്ന് പറയുന്നൊരു ദിവസമാണ് എല്ലാവർക്കും. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ അങ്ങനെ വരും, അല്ലെങ്കിൽ നമ്മളതിൽ ഇതൊക്കെ നിരാശപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട കാര്യമുണ്ടെങ്കിൽ പിന്നെ അവിടെ സ്റ്റിക്ക് ഓൺ ആയിട്ട് നമുക്ക് വല്ല ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ പറയുന്ന പരിപാടികളിലേക്ക് പോകും. അതല്ല, അത് കാണേണ്ട അത്ര പ്രേക്ഷകർക്ക് കാണാൻ വിധിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ അതാണ് ആ സിനിമയുടെ വിധി എന്ന് പറഞ്ഞ് അടുത്ത പരിപാടിയിലേക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. അല്ലാതെ എൻ്റെ ഒരു സിനിമ ആളുകൾ കണ്ടില്ല, അല്ലെങ്കിൽ അത് ഭയങ്കര നിരാശയുണ്ടാക്കി എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു മൂവ് ഉണ്ടാവില്ല. അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ യെസ്, അടുത്ത പരിപാടി പിടിക്കാം, നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഈ കോവിഡ് കാലത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, കോവിഡ് കാലത്തിൻ്റെ സിനിമാ ചരിത്രത്തിൽ തീർച്ചയായിട്ടും വൂൾഫ് എന്ന് പറയുന്നത് ആ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു സിനിമ. ആ സമയത്ത് ചെയ്ത സിനിമ. അതിനുശേഷം കോവിഡിന് ശേഷം മലയാളിയെ തിയേറ്ററിലേക്ക് എത്തിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ഏതാണ്? ഓപ്പറേഷൻ ജാവ. അതിൽ SI പ്രതാപനെ നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. ഒരുപക്ഷെ ഇർഷാദ് അലി എന്ന നടൻ ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് ഏറ്റവും ആവർത്തിച്ച് അഭിനയിച്ചിട്ടുള്ളത് ചില പോലീസ് കഥാപാത്രങ്ങളാണ്. അതിൽ ദൃശ്യത്തിലെ SI സുരേഷ് ബാബു ഉണ്ട്, അതുപോലെ ഓപ്പറേഷൻ ജാവയിലെ പ്രതാപനുണ്ട്. ഇങ്ങനെ ഒരുപാട് എന്ന് പറയുന്ന ഒരു കോമഡി പോലീസുകാരുണ്ട്. കൊറോണ ധവാൻ SI റോക്കറ്റ് ഷിബു ഉണ്ട്, അതുപോലെ DNA-യിലെ എൽദോ CI ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ വ്യത്യസ്തനായ ഒരു പോലീസ് കഥാപാത്രം തീർച്ചയായിട്ടും SI പ്രതാപൻ തന്നെയായിരിക്കും. അതുപോലെ ദൃശ്യത്തിലെ സുരേഷും അങ്ങനെ തന്നെയാണ്. ഇതിൽ ഇത്രയേറെ പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തപ്പോൾ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു നഷ്ടമായി പോയേനെ എന്ന് തോന്നിയ കഥാപാത്രം, പോലീസ് കഥാപാത്രങ്ങളിൽ ഏതാണ്? പ്രതാപൻ തന്നെയാണ്. എന്താ വെച്ചാൽ അതിൽ ഞാനിപ്പോൾ തരുൺമൂർത്തി, നമ്മൾ ഇന്ന് കാണുന്ന തരുൺമൂർത്തി എന്ന് നമുക്ക് അന്ന് ആയിട്ടില്ലല്ലോ. തരുൺമൂർത്തിയാണ് തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു IFFK കാലത്താണ്. ഞാൻ IFFK സിനിമ കണ്ട് കിടക്കുമ്പോൾ തരുൺ വിളിക്കുന്നു, എനിക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഞാൻ തരുണാണ്, ഒരു ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നു, അതിലൊരു SIയുടെ വേഷമുണ്ട്. ഞാൻ പറഞ്ഞു SI പോലീസ് മടുപ്പുണ്ടാക്കുന്നോടാ എന്ന് പറഞ്ഞപ്പോൾ, അല്ല യൂണിഫോം ഒന്നും ഇല്ലാത്ത ഒരു സൈബർ സെല്ലാണ് നമുക്കൊരു വേറെ രീതിയിൽ പിടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മളതിൽ കമ്മിറ്റ് ആവുന്നത്.
ചെയ്തില്ലെങ്കിൽ വലിയ കുറ്റബോധവും നഷ്ടബോധവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സിനിമ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു എന്നിലെ നടനെ തൃപ്തിപ്പെടുത്തിയ അല്ലെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തന്നെ തോന്നിയ ഒരു പൂർണ്ണതയുള്ള കഥാപാത്രമാണ് ശരിക്കും പറഞ്ഞാൽ പ്രതാപൻ. അതിൻ്റെ ക്രെഡിറ്റ് ശരിക്കും തരുണിന് അവകാശപ്പെട്ടതാണ്. തരുൺ നമ്മളെ വർക്ക് ചെയ്യും. തരുണ് ബേസിക്കലി തരുൺ മൂർത്തി എന്ന് പറയുന്ന ആൾ ഒരു കഥകളിക്കാരനാണ്, കഥകളി നടനാണ് അയാൾ. അപ്പോൾ അദ്ദേഹത്തിന് ആക്ടറെ കുറിച്ചിട്ടും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തുടരുമെന്ന് പറയുന്ന സിനിമയിൽ ജോർജ് സാറിൻ്റെ ഹലോ എന്ന് പറഞ്ഞ ആ വരവൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ തരുൺ കാണിച്ചു കൊടുക്കുന്നതാണ്. ആ കയ്യൊക്കെ ഇങ്ങനെ വിടർത്തി ഒരു വരവ്. തരുൺ ആക്ടറെ വർക്ക് ചെയ്യിപ്പിക്കാൻ ഭയങ്കര മിടുക്കനായ ഒരു സംവിധായകനാണ്. ഇപ്പോൾ ലാലേട്ടനെ നിങ്ങൾ കുറേ കാലമായിട്ട് കാണാത്ത ലാലേട്ടനെ തുടരുമെന്ന് പറയുന്ന സിനിമയിൽ കണ്ടു, ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി ലാലേട്ടനെ എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലും തരുണിൻ്റെ ഭയങ്കരമായിട്ട് എഫേർട്ട് ഉണ്ട്. തരുൺ നോർമലി ലാൽ സാർ അതല്ല ലാൽ സാർ ഇങ്ങനെയാണ് ലാൽ സാർ എന്ന് പറഞ്ഞ് ഒരു ആക്ടറെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. ഇപ്പോൾ എല്ലാം ഇപ്പോൾ ലാലേട്ടനൊക്കെ എന്ത് ചെയ്താലും ഓക്കെ എന്ന് പറയുന്ന സംവിധായകരാണല്ലോ കൂടുതലുണ്ടാവുക. അങ്ങനല്ല എല്ലാവരും അടച്ചാക്ഷേപിക്കല്ലേ മറിച്ചാൽ. പക്ഷെ തരുണിനെ സംബന്ധിച്ചിടത്തോളം തരുണിൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്, ഈ സാധനം വേണമെന്ന് പറയുന്നത്. അത് കിട്ടുന്നത് വരെ തരുൺ, അതിപ്പോൾ ആരായാലും തരുൺ അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ സംവിധായകരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന സംവിധായകനൊക്കെ 8-9 ടേക്കൊക്കെ അനുരാഗ് കരിക്കൻ വെള്ളത്തിൽ എന്നെ കൊണ്ടിടിപ്പിച്ചിട്ടുണ്ട്. വെച്ചാൽ അയാൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രതാപൻ എന്ന് പറയുന്ന കഥാപാത്രം നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 90% ഇതും അവകാശപ്പെടാനുള്ളത് തരുണിനാണ്. കാരണം ഞാനെന്ന നടനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാനൊരു സാധാരണ പോലീസ് വേഷം ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്തു പോകാവുന്ന ഒരു കഥാപാത്രമായിരുന്നത്. അതുകൊണ്ട് അതിന് പൂർണ്ണതയുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് തരുൺ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ചോദ്യോത്തരം വരാം, എപ്പോഴെങ്കിലും അത് കുറ്റബോധവും നഷ്ടബോധവും തോന്നുമായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രതാപൻ തന്നെയായിരിക്കും. അതിനിടയിൽ IFFK രാജ്യാന്തര ചലച്ചിത്രമേള ഒരുപക്ഷെ മലയാളിയുടെ ചലച്ചിത്ര കാഴ്ചകളുടെ ആകാശത്തെ മാറ്റിമറിച്ച 30 വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു ചലച്ചിത്ര മാമാങ്കം എന്നുള്ളതിനുപരിയായിട്ട് ഇർഷാദ് അലി എന്ന് പറയുന്ന നടൻ്റെ ഒരുപാട് സിനിമകൾ മലയാളി IFFKയിൽ കണ്ടിട്ടുണ്ട്. അതിൽ ഭൂമി മലയാളമുണ്ട്, സൈലൻസർ ഉണ്ട്, ഈ കഴിഞ്ഞ 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ട സമസ്താലോക വരെ ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഇർഷാദ് അലി ആദ്യമായിട്ട് IFFKയുടെ ഭാഗമായി മാറുകയും പിന്നീട് അങ്ങോട്ട് ഈ കാലം അത്രയും തുടരുകയും ചെയ്യുന്ന ഒരു ചലച്ചിത്രമേളയോടൊപ്പം സഞ്ചരിക്കുന്ന മറ്റൊരു ഇർഷാദ് അലി ഉണ്ട്. അതിനെക്കുറിച്ചും ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒഡേസ സത്യൻ്റെ കയ്യിൽ നിന്ന് ഒറിജിനലിനെ വെല്ലുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് പാസുമായിട്ട് ആദ്യ സിനിമ കണ്ട IFFKയുമായിട്ടും അവിടുത്തെ സൗഹൃദവും സിനിമയും വേറല്ലാതെ ഇടപിരിഞ്ഞ് കിടക്കുന്ന ഒരിടമായിട്ടാണ് ഇർഷാദ് അലി എന്ന നടൻ IFFK. ഒരുപക്ഷെ മലയാളത്തിലെ മറ്റൊരു നടനും IFFKയുമായിട്ട് ഇത്രയും, നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ചിപ്പി എന്നതുപോലെയാണ് IFFK ഇർഷാദ് അലിയും തമ്മിലുള്ള ബന്ധം. കാരണം ഇർഷാദ് അലി ഇല്ലാത്തൊരു IFFK അവിടെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല ഉള്ള കാലത്തോളം. അത്തരത്തിലുള്ള ഒരു ആത്മബന്ധം എങ്ങനെയാണ് ഒരു ചലച്ചിത്രമേളയുമായിട്ടുണ്ടായത്? അതിനാദ്യം നന്ദി പറയേണ്ടത് പ്രിയനന്ദനോടാണ്. പ്രിയനാണ് എന്നെ ആദ്യമായിട്ട് IFFK കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ആദ്യത്തെ IFFK എനിക്ക് തോന്നുന്നു കോഴിക്കോടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള IFFKക്ക് ഞങ്ങൾ ചലച്ചിത്രമേള തുടങ്ങുന്നുണ്ട്, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു കൊണ്ടുപോകുന്നത്. എനിക്ക് അങ്ങനെ ഒരു വിശാല ലോകമൊന്നും അറിയില്ല. എനിക്കിപ്പോഴും സത്യം പറഞ്ഞാൽ ഈ ആൾക്കൂട്ടം എനിക്ക് കംഫർട്ടാണ്. ഭയങ്കര ആളുണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമാണ്. ഞാനതുകൊണ്ട് തന്നെ ഉത്സവങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ സിനിമയുടെ തന്നെ വലിയ ആൾക്കൂട്ടമുള്ള പരിപാടികളിലൊന്നും ഇർഷാദിനെ കാണാൻ കഴിയില്ല. ഞാനത്ര ഒരു വേണമെങ്കിൽ ഇൻ്റർവേർട്ടർ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. എനിക്കങ്ങനെ വലിയ ബഹളങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം IFFK എന്ന് പറയുന്നത് എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു പ്ലേസാണ്. അത് വെച്ചാൽ അതവിടെ സിനിമയും അവിടെ വരുന്നവർ മുഴുവൻ സിനിമയെ സ്നേഹിക്കുന്നവർ, സിനിമ കാണാനും സിനിമയെ ശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരെ കൂടെ എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാമെന്നുള്ളത് അതെനിക്ക് ഒരു വലിയ എനർജി തരുന്നൊരു കാര്യം. ഓരോ IFFK കഴിഞ്ഞു പോകുമ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു എനർജി ഉണ്ട്. ശരിക്കും നമ്മൾ കണ്ട വേൾഡ് സിനിമകൾ, നമ്മൾ കുറേ എല്ലാ വർഷവും IFFKയിൽ മാത്രം കാണുന്ന സൗഹൃദങ്ങൾ. അപ്പോൾ
അത് സിനിമക്കാരനെന്ന നിലയിലും എൻ്റെ വ്യക്തിപരമായുള്ള ഇർഷാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ എനർജി കിട്ടുന്ന ഒരു ഇടം കൂടിയാണ് IFFK എന്ന് പറയുന്നത്. ഇപ്പം ഈ ആദ്യത്തെ IFFK വരുമ്പോൾ നമുക്കൊന്നും പാസ് എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. അതാണ് ആ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുള്ളത്. പാസ്സൊന്നും ഇല്ലാതെ അന്ന് ഒഡേസ സത്യേട്ടൻ പാസ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റിനെ വെല്ലുന്ന ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി തരുമായിരുന്നു നമുക്ക്. ഫസ്റ്റ് IFFK ഞങ്ങൾ കാണുന്നത് ഈ പുള്ളി ഉണ്ടാക്കി തന്ന പാസ് വെച്ചിട്ടാണ്. അപ്പോൾ അന്ന് നമ്മൾ താമസിക്കുന്നത് പ്രിയൻ്റെ കുറേ കൂട്ടുകാർ, പ്രിയൻ ബേസിക്കലി സ്വർണ്ണപ്പണിക്കാരനാണ്. എന്നാൽ ആ ജാതി അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനൊന്നുമല്ല, തട്ടാൻ വിഭാഗത്തിൽപ്പെട്ട ആളുമല്ല. സ്വർണ്ണപ്പണി അവരുടെ നാട്ടിൽ സ്വർണ്ണപ്പണി ഉള്ളതുകൊണ്ട് പഠിച്ച പണി. അപ്പോൾ അതിനെ ആളുകൾ മുഴുവൻ നെയ്യാറ്റിൻകരയിൽ ഒരു റൂമിൽ കുറേ പേര് ഇങ്ങനെ പണിയെടുക്കുന്ന പ്രിയൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി കാലങ്ങളിൽ സിനിമ കഴിഞ്ഞിട്ട് നെയ്യാറ്റിൻകരയ്ക്ക് ഏതെങ്കിലും KSRTC ബസ്സിൽ വിയർപ്പൊട്ടിയിട്ട് നമ്മളങ്ങ് പോകും. എന്നിട്ട് അവരവിടെ നമുക്ക് ചാളക്കൂട്ടാനും ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, മത്തി ഫ്രൈ ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണ്ടി. നമ്മൾ അന്ന് സിനിമക്കാരാണല്ലോ, സിനിമയിൽ ആഗ്രഹിച്ചെടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ അന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക, കിടക്കാൻ ഇടം തരുന്നു, ഭക്ഷണം തരുന്നു, രാവിലത്തെ വെളുപ്പാങ്കാലത്തെ ബസ്സിൽ നമ്മളെ പറഞ്ഞു വിടുന്നു. അപ്പോൾ അന്ന് മുതലുള്ളതാണ് ഈ IFFK ബന്ധമെന്ന് പറയുന്നത്. ഗോവ പോലും നമ്മളിപ്പോഴാണ് പോയി തുടങ്ങിയതെന്ന് പറയുന്നത്. പക്ഷേ IFFK ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ സിനിമാ തിരക്കുകളൊന്നും, ഇപ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത സിനിമാ ഷെഡ്യൂളുകളൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് IFFK ഒരു ദിവസമെങ്കിലും ഞാൻ വന്നു പോവുക എന്നുള്ളത് എൻ്റെ ഒരു ചടങ്ങാണ്. അതൊരു ചടങ്ങാണ്, ആചാരമാണെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചെയ്തു വരുന്നൊരു പരിപാടിയാണ്. വെച്ചാൽ സിനിമ കാണുക മാത്രമല്ല, അത്രമേൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും കൂടി വരുന്ന ഒരു ഇടം കൂടിയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ ഉത്സവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ IFFK ആണ്. ഇതിനിടയിൽ പ്രിയനന്ദനൻ എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകനെ കുറിച്ചും കൂടെ പറഞ്ഞു. ആ പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാൻ കോട്ട് ചെയ്യാണ്. അതിൽ പറയുന്നുണ്ട്, സിനിമ മാത്രം സ്വപ്നം കണ്ടു നടന്ന 2 പേരിൽ ഒരാൾ ഇർഷാദ് തന്നെയാണ്, മറ്റേയാൾ പ്രിയനന്ദനാണ്. പ്രിയൻ വല്ലച്ചിറ എന്ന നാടക പ്രവർത്തകനായിരുന്ന കാലം മുതൽ പ്രിയനന്ദനൻ ആയി ഇപ്പോൾ നിൽക്കുന്ന ഇടം വരെയും ഇനി അങ്ങോട്ടും തീർച്ചയായിട്ടും നിങ്ങൾ 2 പേരും ഒരേ സ്വപ്നത്തിലൂടെ ജീവിച്ച 2 മനുഷ്യരാണ്. പ്രിയനന്ദനൻ എന്ന ആ സംവിധായകൻ അല്ലെങ്കിൽ ആത്മസുഹൃത്തുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് കൂടെ കുറച്ച് വാക്കുകൾ. എനിക്ക് സിനിമ എന്ന് പറയുമ്പോൾ പ്രിയനെ ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഒരു സിനിമയും എനിക്ക് പറയാൻ കഴിയില്ല. സിനിമനെ മാറ്റി നിർത്തിയിട്ടൊരു ചരിത്രം അങ്ങനെ ഇല്ല. പ്രിയനെ ചേർത്ത് പിടിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പ്രിയൻ എന്നെ ചേർത്ത് പിടിച്ചിടത്തോളം വേറെ ആരെങ്കിലും എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അത്രമേൽ സിനിമയിൽ പ്രിയൻ പണ്ട് പ്രിയൻ സിനിമ അനൗൺസ് ചെയ്യുന്ന കാലത്ത്, ഇപ്പോൾ നെയ്ത്തുകാരൻ കഴിഞ്ഞ സമയത്തൊക്കെ പ്രിയനൊരു സ്റ്റാർഡ് ഉണ്ടായിരുന്നൊരു കാലം, നാഷണൽ അവാർഡ് വിന്നർ എന്നുള്ള ലെവലിലൊക്കെ. അപ്പോൾ അന്ന് പ്രിയനന്ദൻ്റെ സിനിമ വരുന്നു എന്ന് പറഞ്ഞാൽ പത്രക്കാർ വിളിച്ചു ചോദിക്കുന്നൊരു ചോദ്യം, മുരളിയേട്ടനും ഇർഷാദും പിന്നെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ ഞാനില്ലാതെ പ്രിയൻ ഇന്നേ വരെ ഒരു സിനിമയും ആലോചിച്ചിട്ടില്ല. ഞാനില്ലാതെ സിനിമ പ്രിയൻ ചെയ്തിട്ടുണ്ടാവും. അതെന്താ വെച്ചാൽ ആ സമയങ്ങളിൽ എനിക്ക് തിരക്കായതുകൊണ്ട്, അല്ലെ എനിക്ക് പറ്റാത്ത ഇപ്പം തന്നെ പുതിയ സിനിമ ലാസ്റ്റ് 7 നിറമുള്ള സ്വപ്നം എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണം എൻ്റെ തിരക്ക് തന്നെയായിരുന്നു. അവരുടെ ഷെഡ്യൂളിൻ്റെ സമയത്ത് ഞാൻ നേരത്തെ കമ്മിറ്റ് ചെയ്തൊരു സിനിമയുടെ ഭാഗം. അപ്പം പ്രിയനെ ഒഴിവാക്കിയിട്ട് എനിക്ക് സിനിമാ ജീവിതമില്ല. പ്രിയൻ അത്രമേൽ ഞങ്ങൾ 2 പേരും, പ്രിയ നാടകകാലത്താണെങ്കിലും നാടകത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ്. പ്രിയൻ്റെ നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. ഒരു നാടകത്തിൽ അഭിനയിക്കാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ വേറെ നാടകത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും പ്രിയനും അഭിനയിക്കാൻ തന്നെ ഇറങ്ങിയ ഒരാളാണ്. പിന്നെയാണ് സംവിധാനത്തിലേക്ക് മാറുന്നത്. എനിക്ക് തോന്നുന്നു 90% സംവിധായകരും അഭിനയിക്കാമെന്ന് ഇറങ്ങിയ ആളായിരിക്കും. പിന്നീട് അവരുടെ മേഖല വേറെ രീതി, ഇതെല്ലാം ഞങ്ങളുടെ മേഖല എന്ന് തിരിച്ചറിയുകയും പല രീതിയിലേക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ പ്രിയനെ മാറ്റി നിർത്തിയിട്ട് ഇർഷാദില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരിക. പ്രിയനന്ദനെ പോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് പേര് അവരെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. TV ചന്ദ്രൻ, അതുപോലെ പവിത്രൻ. ഈ 2 മനുഷ്യരുമായിട്ടുള്ള ജീവിതവും കൂടെ ഈ സിനിമാ ജീവിതം മാത്രമല്ല, വ്യക്തി ജീവിതത്തിൻ്റെയും കൂടി ഭാഗമാണ്. അവരെക്കുറിച്ചും കൂടി ഇപ്പോൾ കഴിഞ്ഞ IFFK പോയപ്പോൾ ചന്ദ്രേട്ടനെ കണ്ടിരുന്നു. അപ്പോൾ ചന്ദ്രേട്ടൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത്
നായകനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. അതിലൊരു മുഴുനീള വേഷം ഞാൻ ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ചന്ദ്രേട്ടൻ എൻ്റെ ഒരു പിതൃതുല്യനായിട്ടുള്ള സംവിധായകനാണ്. എനിക്ക് ഒരിക്കൽ ഈ പവിത്രേട്ടനായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാം, പവിത്രേട്ടനാണ് എന്നെ ചന്ദ്രേട്ടനെ പരിചയപ്പെടുത്തിയത് തന്നെ. പവിത്രേട്ടൻ്റെ ചന്ദ്രേട്ടൻ്റെ വരും വരായകൾ എന്ന് പറയുന്ന സീരിയൽ കൈരളി ചാനൽ തുടങ്ങിയ സമയത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള 7 സംവിധായകർക്ക് അങ്ങനെ ഒരു 7 എപ്പിസോഡുള്ള 6 എപ്പിസോഡ് 7 എപ്പിസോഡുള്ളൊരു വെബ് സീരിയൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ചന്ദ്രേട്ടൻ്റെ വരും വരായകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് കുട്ടപ്പൻ സാക്ഷി എന്ന് പറയുന്ന പവിത്രേട്ടൻ്റെ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോൾ പവിയേട്ടനാണ് പറയുന്നത്, എടാ ചന്ദ്രൻ ഗുരുവായൂർ വരുന്നുണ്ട്, ചന്ദ്രൻ ഒരു സീരിയൽ പരിപാടി ചെയ്യുന്നുണ്ട്, 2000-ലാണത്, നീ ഒന്ന് പോയി കണ്ടോ, ഞാൻ വിളിച്ചു പറയാം എന്ന് പറയുന്നു. ഞാനവിടെ പോയി കണ്ടു. എനിക്ക് വളരെ അപ്പോഴത്തേനൊക്കെ ഒരുവിധം കാസ്റ്റിംഗ് കഴിഞ്ഞ, എന്നാലും അപ്രധാനമല്ലാത്ത ഒരു വേഷത്തിലേക്ക് എന്നെ ചന്ദ്രേട്ടൻ കാസ്റ്റ് ചെയ്തു. എന്നിട്ട് എപ്പോഴും പറയും, പവി പറഞ്ഞ കാരനാണ് ഞാൻ നിന്നെ കാസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ അത് കാരണം അത്ര പവി എന്ന് ഒരു ദിവസത്തിൽ ഒരു 10 തവണയെങ്കിലും ചന്ദ്രേട്ടൻ പറയും. അത്ര അടുപ്പമുള്ള സുഹൃത്തുക്കളാണ്. ഒരുമിച്ച് +2 മുതൽ പഠിച്ച് പ്രീ ഡിഗ്രി കാലത്തുള്ള സുഹൃത്തുക്കളാണ് പവിത്രേട്ടനും. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റിലാണെന്ന് തോന്നുന്നു. അന്ന് മുതലേ, കാരണം ചന്ദ്രേട്ടൻ കണ്ണൂരാണെങ്കിലും ചന്ദ്രേട്ടൻ്റെ അച്ഛൻ ഇവിടെ ചാലക്കുടിയിൽ എന്തോ എസ്റ്റേറ്റ് മാനേജർ, അങ്ങനെ എന്തോ തേയില ഫാക്ടറിയുടെ എസ്റ്റേറ്റ് മാനേജർ. അതുകൊണ്ടാണ് ഇരിഞ്ഞാലക്കുട പഠിച്ചത്. പവിത്രേട്ടൻ ഗുരുവായൂരുകാരനാണ്, ഇരിഞ്ഞാലക്കുടയാണ് പഠിച്ചത്. അപ്പോൾ രണ്ടുപേരും അന്നത്തെ കാലത്തുള്ള പരിചയമാണ്. അപ്പോൾ പവിത്രേട്ടൻ ആ വരും വരായകൾ എന്ന് പറയുന്ന സിനിമയുടെ പാക്കപ്പ് പാർട്ടിയുടെ അന്ന് എന്നോട് പറഞ്ഞു. അപ്പം അന്ന് ബാബു അന്നൂർ എന്ന് പറയുന്ന ഒരു നടനും ഉണ്ടായിരുന്നു, അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ബാബുവേട്ടൻ വളരെ സജീവമാണ്, നാടകക്കാരനാണ്. നിന്നെയും ബാബുവിനെയും വെച്ചിട്ട് ഞാനൊരു സിനിമ ചെയ്യും, നിങ്ങളായിരിക്കും കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു. പാക്കപ്പ് പാർട്ടി എന്ന് പറഞ്ഞൊരു വാക്കാണ്. അത് കഴിഞ്ഞ് അധികം അന്നൊന്നും പാടമെന്നൊരു വിലാപത്തെക്കുറിച്ച് ചർച്ചയോ ഇതും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പുള്ളി വളരെ പെട്ടെന്ന് തന്നെ പാടുന്നൊരു വിലാപം ഉണ്ടാവുകയും എന്നെ നായകനാക്കി തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് അത്ര ഈ സിനിമയുടെ ഇർഷാദ് എന്ന് പറഞ്ഞ സിനിമാ നടനെ അടയാളപ്പെടുത്തുമ്പോൾ ഇവരൊക്കെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്.